ചേർത്തല സൗത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1987-88 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികൾ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. അവരുടെ കൂടെ പഠിച്ച കൂട്ടുകാരിയായിട്ടുള്ള പ്രിയ കല്യാണം കഴിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഇത് പരിഹരിക്കാൻ എന്താ വേണ്ടതെന്ന് പലതരത്തിലുള്ള പരിഹാരങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പലരെയും സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് അവരൊരു പരിഹാരം തേടി ഒരു വരനെ കണ്ടുപിടിച്ചു. അത് വാർത്തയായി. ഇപ്പോൾ വിദ്യാർത്ഥികളെല്ലാം നമ്മളുടെ കൂടെ ഉണ്ട്. ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അന്നത്തെ വിദ്യാർത്ഥികളായിരുന്നു. പക്ഷേ സ്കൂളാകെ മാറി, വിദ്യാർത്ഥികളും ഒക്കെ മാറി, പക്ഷെ അവരുടെ കൂട്ട് മാറിയിട്ടില്ല. അതിന്റെ കഥ തേടിയിട്ടാണ് നമ്മൾ ആലപ്പുഴ സൗത്ത് വന്നേക്കണേ. ഹായ്. ശരിക്കും പ്രിയയുടെ കാര്യം ഇവർ മനസ്സിലാക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കല്യാണത്തിലേക്ക് പോകുന്നത്. ഇത് ആദ്യം എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങി? പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണോ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള വിവരം അറിയുന്നത്? ആദ്യമേ ഗെറ്റ് ടുഗദർ വെച്ചായിരുന്നു. അപ്പോഴാണ് എന്റെ കൂട്ടുകാരികളെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഇവർക്ക് അറിയണം എല്ലാവരും. അങ്ങനെ ആരാ ഇനിഷ്യേറ്റീവ് എടുത്തതില്? ഞങ്ങള് ഒരു കൂട്ടുകാരിയുടെ മകന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 5 പേര് പോയിട്ട് വരുന്ന വഴി ഇങ്ങനെ കല്യാണം കഴിക്കാത്ത ആളുകളെ കുറിച്ച് സംസാരിച്ചു കുറച്ച്. അങ്ങനെയാണ് ഇവര് 3 പേരുണ്ട്. 3 പേരുടെയും നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിൽ വന്നു. പെട്ടെന്ന് പ്രിയയുടെ റെഡിയായി. അങ്ങനെയാണ് ഈ കല്യാണം. ഈ ചേട്ടന്റെ പേര് അനിൽ. എങ്ങനെയാ അനിലേക്ക് എത്തുന്നത്? അനിലോട്ട് എത്തുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, കണിച്ചുളങ്ങരയിലെ മണിലാൽ. അദ്ദേഹമായിട്ട് വൈകിട്ട് ഞങ്ങൾ ഞായറാഴ്ച പോയിട്ട് കൂടും. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ വേറൊരു കൂട്ടുകാരൻ കൂടെ ഉണ്ട്, ഉത്തമൻ, പഞ്ചായത്ത് മെമ്പർ. അപ്പൊ 2 പ്രപ്പോസലായിരുന്നു, ഒന്ന് അനിലിന്റെയും ഒന്ന് ഉത്തമന്റെയും. അങ്ങനെ ഞാൻ ഷാജിയുടെ ഈ വിഷയം അവതരിപ്പിച്ച് ഷാജിയാണ് ഫ്രീ ആയിട്ടുള്ള കണക്ഷൻ റെഡിയാക്കി. അങ്ങനെ ഷാജി എങ്ങനെയാ ആദ്യം പ്രിയ എടുത്തത് അവതരിപ്പിക്കുന്നത്? ഒരുപാട് പ്രായമൊക്കെ ആയല്ലോ. പ്രിയയുടെ ആദ്യമായിട്ട് ചെന്നപ്പോൾ അരമണിക്കൂർ ഞാൻ ഇതിന് കല്യാണ കാര്യത്തിന് വേണ്ടി സംസാരിച്ചു. ആദ്യം ഇറങ്ങിപ്പോടാ എന്നുള്ള വാചകമാണ് എന്നെ കിട്ടിയത്. പക്ഷെ അവത്യത്തൊന്നും ഞാൻ പുറകോട്ട് പോകുന്നില്ല. അരമണിക്കൂർ വീട്ടിൽ ഇരുന്ന് സംസാരിച്ചിട്ട് നടക്കേല, കുറെ പ്രായമായി, ഇനി ഈ കല്യാണം ഒന്നും വേണ്ട. എത്ര പ്രായമായി? 50 വയസ്സിലേക്ക് നടക്കുന്നു. അപ്പൊ അത് ഇനിയൊന്നും വേണ്ട, അത് ശരിയാകേല, ഇത്ര നാൾ നിന്നില്ലേ, അതൊന്നും ഒരു കാര്യമല്ല. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിനെപ്പറ്റി അതിന്റെ കൂടെ പോകണം. അങ്ങനെ അരമണിക്കൂർ സംസാരിച്ചിട്ട് അന്ന് തീർന്നില്ല കാര്യങ്ങൾ. പിന്നീട് പുള്ളിക്കാരത്തേക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് 4 മണി വരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാവും. അങ്ങനെ ഒരു 3-4 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞാണ് ഇതിലേക്കൊന്ന് വീണത്. അപ്പൊ പ്രിയ സ്വസ്ഥമായി ജീവിക്കാൻ അവസാനം ഞാൻ പറഞ്ഞു, ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ അമൃതാനന്ദമയി എടുക്കെ കൊണ്ടാക്കുമെന്ന് വരെ ഞാൻ പറഞ്ഞൊരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ആശ്രമത്തിൽ പോകണം. പ്രിയ ഒറ്റയ്ക്കായിരുന്നു? അമ്മ ഉണ്ടായിരുന്നു. ഓ. പിന്നെ അടുത്തൊരു വാചക ഇച്ചിരി പാടാണ്. അമ്മയുടെ കാലശേഷം നീ എന്ത് ചെയ്യൂ എന്നുള്ള ചോദ്യത്തിന് ഇന്ന് വരെ മറുപടിയും തന്നിട്ടില്ല. അങ്ങനെ ഭയങ്കര ക്രൂക്കഡായിട്ടാണ് ഒരു കാര്യത്തിന് ഇറങ്ങിയാണല്ലോ. അവിടെ ചോദ്യങ്ങൾ പല ഉത്തരവും ഒരു രീതിയിൽ തന്നെ വരുവുള്ളൂ.